ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഇത് BMW 7 സീരീസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വാഹനമാണ്. നമ്മുടെ 6th ജനറേഷനായിട്ട് വന്നുള്ള നമ്മുടെ BMW 7 സീരീസ് G11 G12 എന്നും ഇതിന് പറയുന്നുണ്ട്. G11 ഷോർട്ട് വീൽ ബേസ് ആണ്, G12 ലോങ് വീൽ ബേസ് ആണ്. ഇത് 2019 ഈ കാണുന്ന ഒരു ഫേസ് ലിഫ്റ്റ് വേർഷൻ വന്നത്. അന്ന് ഭയങ്കര കോൺട്രവേഴ്സി ആയിരുന്നു ഈ ഒരു ഗ്രില്ല്. കാരണം ഈ ഒരു വലിയ ഗ്രില്ല് എന്ന് പറഞ്ഞിട്ട് 2080 മതിലിന് ഗേറ്റ് വെക്കാൻ പോലെയുള്ള ആ ഒരു ഗ്രില്ലായിട്ട് വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ട്രോൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആക്ച്വലി നമ്മൾ കണ്ടിട്ടുണ്ടാകും, ഇത് ക്ലോസ്ഡ് ആണ്. നമ്മുടെ എൻജിൻ കൂടുതൽ ഹീറ്റ് ആകുമ്പോൾ വരുന്ന അത് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആകും. ആൻഡ് ഈ ഒരു വാഹനത്തിനെ കുറിച്ച് പറയാമെന്നുണ്ടെങ്കിൽ ആക്ച്വലി 2019 തൊട്ട് 2022 2 വർഷം കാത്തിരുന്ന് ഞാൻ ഈ ഒരു വാഹനം കാണാൻ. ഞാൻ അതിൻ്റെ സാഹചര്യം ഒത്തു തന്ന എൻ്റെ അതിലിനെ ഞാൻ അതിനോട് ഒരുപാട് നന്ദി പറയുകയാണ്. അവനാണ് ഒരു 6 സീരീസ് GTയുടെ ഒരു ലോഞ്ചിനെ വിളിച്ചിട്ട് ഒരു സർപ്രൈസ് ആയിട്ട് തന്നത്. അതിന് പിന്നിൽ ഷുഹൈബിൻ്റെയും റജുലയുടെയും കൈകളും ഉണ്ട് എന്ന് ഞാൻ സംശയിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു BMW 7 സീരീസിനെ കുറിച്ചാണ്. എല്ലാവർക്കും ഓട്ടോ പ്രേമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ടിൽ തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു പഴയ റൗണ്ട് മറ്റേ എന്താണ് കൊറോണ റിങ്സൊക്കെ പോയി. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ഡിസൈനിലാണ് നമ്മുടെ ലൈറ്റ്സ് ഉള്ളത്. BMW LED ലൈറ്റ്സുകളാണ്. ഇവിടെ നമ്മുടെ DRLസും കാര്യങ്ങളൊക്കെ ഉണ്ട്. DRL തന്നെയാണ്, ഇൻഡിക്കേറ്റേഴ്സ് അവിടെ ഉണ്ട്. ആൻഡ് ഇതൊരു ലക്ഷറി ട്രിമ്മാണ്. M സ്പോർട്ടിന് നമ്മുടെ ഗ്രില്ലൊക്കെ ബമ്പേഴ്സിലൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇവിടെ ചെറിയൊരു എയർ ഡാം ഉണ്ട്. ആൻഡ് ഇവിടെയൊക്കെ ഒരു ചെറിയൊരു സ്പോർട്ടി ലുക്ക് നൽകാൻ വേണ്ടി കൊടുത്തിട്ടുള്ളതാണ് ഈ ഒരു ക്രോം എലമെൻറ്റ്. ഇവിടെ ബോഡി കളറിൽ ചെറിയ ക്രോം എലമെൻറ്റ് ഇവിടെ ഉണ്ട്, അതിങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. ഇവിടെ സെൻസേഴ്സും കാണാൻ നൽകിയിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ഗ്രില്ലിനോട് ചേർന്നിട്ടാണ് നമ്മുടെ ഈ ഒരു ലൈറ്റ്സിൻ്റെ സിസ്റ്റം നൽകിയിട്ടുള്ളത്. ഇവിടെ നമ്മുടെ വലിയ കിഡ്നി ഗ്രിൽസ് ഇതായിരുന്നു നമ്മുടെ ഒരു കാലത്തെ ആഗ്രഹങ്ങളായിരുന്നു. ഈ ഒരു കിഡ്നി ഗ്രിൽസൊക്കെ കാണുന്നത് പോലും ഭയങ്കര കൗതുകമായിരുന്നു അന്നൊക്കെ BMW കാണാൻ. ആൻഡ് ആ BMW ആണ് ഇപ്പോൾ ഞാനിന്ന് റിവ്യൂ ചെയ്യുന്നതാക്കുമ്പോൾ ഐ ഫീൽ സോ പ്രൗഡ്. ആൻഡ് ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ എൻജിൻ ഹീറ്റ് ആകുമ്പോൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കത് ഓപ്പണായി വരും. അത് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. ഇതൊക്കെയാണ് നമ്മുടെ ഫ്രണ്ടിനെ കുറിച്ച് പറയുന്നത്. വലിയൊരു ബോണറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനി സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ ഒരുപാട് BMWൻ്റെ ബേസ് ലെവലിൽ കണ്ടിട്ടുള്ളതാണ് ഈ ഒരു ഡിസൈന് നമ്മുടെ ഈ ഒരു വീൽസിൽ നൽകിയിട്ടുള്ളത്. ആൻഡ് ആക്ച്വലി ഇതൊരു 245/45 19" വീലാണ്. BMWൻ്റെ ഒന്നും തോന്നുന്നില്ല, ലെറ്റേഴ്സും കാര്യങ്ങളൊന്നും പോയി കാലിപ്പേഴ്സിലില്ല. ഒരു BMW ലോഗോ ഉണ്ട്. അതിനൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. G11 തൊട്ടവിടെ ബാക്കിൽ കിടക്കുന്നുണ്ട്. ബോഡി കളേർഡ് മിറേഴ്സാണ്. അതിൽ തന്നെ ഇൻഡിക്കേറ്റേഴ്സും നൽകിയിട്ടുണ്ട്. ആൻഡ് ഇതാണ് BMWവിന് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അതായത് നമ്മുടെ ഇതിൻ്റെ പ്രീ ഫേസ് ലിഫ്റ്റിൽ ഒരു ഹോക്കി പോലെയായിരുന്നു. അങ്ങനെ ഒരുപാട് പേര് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, ഹോക്കി സ്റ്റിക്ക് വെച്ചതുപോലെയാണെന്നുള്ളത്. ആൻഡ് ആക്ച്വലി ഇതൊരു ഫേക്ക് വെൻസ് അല്ല, ഒറിജിനൽ വെൻസാണ്. ഇവിടെ എയർ ഫ്ലോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ചേഞ്ചിലാണെങ്കിൽ ഇപ്രാവശ്യം കുറച്ചിങ്ങനെ സ്ട്രൈറ്റ് ആക്കി വെച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഇതിവിടെ ക്യാമറകളും കാര്യങ്ങളൊക്കെ അതിലും കൊടുത്തിട്ടുണ്ട്. ബോഡി കളേർഡ് ഡോർ ഹാൻഡിൽസ് ആണ്. അതിൽ തന്നെ ചെറിയൊരു അലൂമിനിയം ക്രോം എലമെൻറ്റ്സ് ഒക്കെ നൽകിയിട്ടുണ്ട്. അങ്ങനെ കൂടുതൽ ഡിസൈൻസും കാര്യങ്ങളൊന്നും ഇതിൽ പറയാനുള്ള. നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു സ്ട്രിപ്സ് ഇവിടെ വരെ നീളുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് നമ്മുടെ ഈ ഒരു പാർട്ട്. എനിക്ക് ഈ ഒരു പാർട്ടാണ് BMWയിലും ഒന്നല്ല, ഒട്ടുമിക്ക എല്ലാ വാഹനങ്ങൾക്കും ഇഷ്ടപ്പെട്ടത്. ആ ഒരു ഇതാണ് നമ്മുടെ ഫ്യൂൽ ടാങ്കിൻ്റെ ഓപ്പണിങ്സ്. 78 ലിറ്റേഴ്സാണ് ഇതിൻ്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി ഈ ഒരു വേർഷനിലുള്ളത്. റിയറിലേക്ക് വരാന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു L എലമെൻറ്റ് അതിവിടെ ഉണ്ട്. അതിൽ തന്നെ BMWയുടെ ചെറിയൊരു ലെറ്ററിങ്ങൾ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നല്ല ബ്രൈറ്റൻഡ് ആണ് ഈ ഒരു ഇത്. അതിനിവിടെ ഈ ഒരു ലൈറ്റും അവിടെ നൽകിയിട്ടുണ്ട്. ഇതും ഒരു ലൈറ്റാണ് കേട്ടോ.
ഞാനിവിടെ 730Li എന്നതൊരു ബാഡ്ജിങ് 730 7 സീരീസ് ആണ് ഇത്. 3 ലിറ്റർ എൻജിൻ്റെ സ്പെസിഫിക്കേഷൻ ആണത്. ആൻഡ് L മീൻസ് ലോങ് വീൽ ബേസ്, I മീൻസ് പെട്രോൾ, ഡിക്ക് ഡീസൽ എന്ന് പറയും. ആൻഡ് ഇവിടെ നോക്കുകയാണെങ്കിൽ എക്സോസ്റ്റ് റൗണ്ട് എക്സോസ്റ്റ് ആണ്, പക്ഷെ അതിൽ ഒരു ചൊറുക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തതെന്നുള്ളൂ. റിഫ്ലക്റ്റേഴ്സും കാര്യം നൽകിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് നൽകിയിട്ടുണ്ട്. സെൻസേഴ്സ് ഇവിടെ ഉണ്ട്. വലിയ BMW ലോഗോ ഇവിടെ ഉണ്ട്. ഇവിടെ ചെറിയൊരു ക്യാമറയും നൽകിയിട്ടുണ്ട്. ഇവിടെയും അതുപോലെ തന്നെ എക്സോസ്റ്റ് ഉണ്ട്. യെസ്, ഒരു ഫേക്ക് ആയിട്ടുള്ളൊരു കവറിങ് നൽകിയിട്ടുണ്ടെന്നുള്ളൂ. നല്ല വൈഡായിട്ടുള്ളൊരു ഏരിയയാണ് നൽകിയിട്ടുള്ളത്. അബൌട്ട് 540. യെസ്, കടത്തുറങ്ങാനുള്ള സ്പേസ് ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. 540 ലിറ്റേഴ്സാണ് ഈ ഒരു വാഹനത്തിൻ്റെ ബോട്ട് സ്പേസ് കപ്പാസിറ്റി. പക്ഷേ വലിയ കാര്യങ്ങളൊക്കെ വെക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇവിടെ കാര്യങ്ങളൊന്നും നൽകിയിട്ടില്ല. ഇത് എമർജൻസി കിറ്റ്സുകളാണ്, സെക്യൂരിറ്റി കിറ്റ്സുകളാണ്. ഇവിടെയും ചെറിയൊരു കാര്യം നൽകിയിട്ടുള്ളൂ. അങ്ങനെ വലിയ പറയത്തക്ക കാര്യങ്ങളൊന്നും ഇതിൽ നമുക്ക് അവൈലബിൾ അല്ല. ഞാനിവിടെ നമ്മുടെ ഷാർക്ക് ഫിൻ ആൻഡ് നൽകിയിട്ടുണ്ട്. ആ ലൈറ്റ്സുകളൊക്കെ വെന്റിലേറ്റഡ് ലൈറ്റ്സുകളാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ BMW 7 സീരീസിൻ്റെ എക്സ്റ്റീരിയർ വിശേഷങ്ങൾ. ഈ ഒരു വാഹനത്തിൻ്റെ ലെങ്ത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 5.07 to 5.26 വരെ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ലെങ്ത്ത് വരുന്നുണ്ട്. അത് വീൽ ബേസ് തന്നെ 3.07 to 3.17 വരെ വീൽ ബേസും നൽകുന്നുണ്ട്. 1.90 ആണ് ഈ ഒരു വാഹനത്തിൻ്റെ വീതി വരുന്നത്. ഹൈറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 1.47 ആ റേഞ്ചിലൊക്കെയാണ് ഹൈറ്റും വരുന്നുള്ളത്. അപ്പോൾ നമുക്കിനി ഇൻറ്റീരിയറിലേക്കൊന്ന് കയറി നോക്കാം. അതാ ഒരു കാർ വന്ന് അങ്ങോട്ട് കണ്ടോ, നമ്മുടെ BMW 7 സീരീസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ എസ് ക്ലാസ്സിൽ നിന്ന് കണ്ടതുപോലെ അത്രയ്ക്ക് വലിയ ഡിസൈൻസ് എലമെൻറ്റ്സ് കാണുന്നതല്ല. ചെറിയ വുഡ് ട്രിം നൽകിയിട്ടുണ്ട്. അതിന് ഇവിടെ നമ്മുടെ ആംബിയൻ ലൈറ്റ്സിൻ്റെ ലൈറ്റ്സുകളൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇതാണ് ഡോർ ഹാൻഡിൽസ്. നമുക്ക് ഡോറ് ലോക്ക് ചെയ്യാൻ അൺലോക്ക് ചെയ്യാനുള്ളത്. അതിന് ഇവിടെയാണ് നമ്മുടെ മെമ്മറി സെറ്റ് ചെയ്യാനുള്ളത്, നമ്മുടെ സീറ്റ്സ് സെറ്റ് ചെയ്യാനുള്ളത്, നമ്മുടെ മിറർ കൺട്രോൾ ചെയ്യാനുള്ളത്, വിൻഡോ കൺട്രോൾ ചെയ്യാനുള്ളത് നൽകിയിട്ടുണ്ട്. ചെറിയൊരു ഏരിയ ഇവിടെ നൽകിയിട്ടുണ്ട്. നമ്മുടെ ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ളത് നൽകിയിട്ടുണ്ട്. ഇവിടെ ചെറിയ ഒരു ലഗേജ് സ്പേസ് നൽകിയിട്ടുള്ളൂ, ബോട്ടിലൊക്കെ വെക്കാൻ വിചാരിക്കാം. അതിനിവിടെ നമ്മുടെ BMW ആ ഒരു ലെറ്ററിങ് വിത്ത് ലൈറ്റിങ് നൽകിയിട്ടുണ്ട്. അത് നമ്മൾ സീറ്റൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിനി ഇൻറ്റീരിയറിലേക്കൊന്ന് നോക്കാം. എല്ലാ BMWനും അതിൻ്റെ ഒരു സ്മെല്ലുണ്ട്. ആ ഒരു സ്മെല്ല് ഞാനിപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ഒരു മോഡൽ എനിക്ക് തോന്നുന്നു പ്രീ ഫേസ് ലിഫ്റ്റിൻ്റെ ഒരു ലോഞ്ചിങ് നമ്മുടെ മലപ്പുറത്തൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അന്ന് ഉല്ലാസ് അവൻ്റെ ത്രൂ ആണ് ഞാൻ ഈ ഒരു വാഹനം കിട്ടുന്നത്. അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. അന്ന് നമ്മുടെ i8 ഒക്കെ ഉണ്ടായിരുന്നു. അന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ BMW കൂടുതൽ പഠിച്ചത്. ഞാൻ അന്നാണ് പല കാര്യങ്ങളും BMW കുറിച്ച്. സീനൊക്കെ കാണുന്നത് നമ്മുടെ കാറിൻ്റെ ആ ഒരു പിക്ചർ അതിൽ കാണുന്നുണ്ട്. 12.3 ഇഞ്ചിൻ്റെ ഒരു ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററാണ്. ഇത് നിൽക്കുന്നത് ഒരു See? ജസ്റ്റർ കൺട്രോളൊക്കെ നമുക്കിതിലുണ്ട്. ഇതിലാണ് നമുക്ക് കൂടുതൽ ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. ഇത് ഓഫാക്കി വെക്കാം. അപ്പോൾ ഓഫാക്കി വെക്കട്ടെ. ആൻഡ് അപ്പോൾ ആ വലിയ മാറ്റങ്ങളൊന്നും ഇൻറ്റീരിയറിൽ ഫേസ് ലിഫ്റ്റ് വന്നപ്പോൾ മാറിയിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു ചെറിയ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് എന്നല്ലാതെ മറ്റുള്ള കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല. അതിനിവിടെ ചെറിയൊരു സ്ക്രീൻ ഇവിടെ ഉണ്ട്. അതിനിവിടെ ഒരു സ്ക്രീൻ ഉണ്ട്. അതിന് നമ്മുടെ പഴയ ബട്ടൺ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനിവിടെ നമുക്ക് നമ്മുടെ കൺട്രോൾ ചെയ്യാനുള്ളത്, AC കൺട്രോൾ ചെയ്യാനുള്ളത്. അതിനിവിടെയാണ് സ്റ്റാർട്ട് സ്റ്റോപ്പ് എഞ്ചിൻ്റെ ബട്ടൺസ് നൽകിയിട്ടുള്ളത്. അതിനിവിടെ മോഡ്, പിന്നെ നമ്മുടെ നമ്പർ ബട്ടൺസൊക്കെ അതൊക്കെ നിൽക്കുന്നതനുസരിച്ച് ടച്ചാണ് കേട്ടോ. നമ്മളിവിടെ മാറുന്നങ്ങൾ കാണുന്നുണ്ടാവും. ഇതും ടച്ചാണ്.
എല്ലാ കാര്യങ്ങളും ഇൻഡിവിജ്വലായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഇവിടെ നോക്കുകയാണെങ്കിൽ ചെറിയൊരു ഫോണൊക്കെ ലഗേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. പിന്നെ ആഷ്ട്രേ വിത്ത് സിഗരറ്റ് അവിടെ കിടക്കട്ടെ. കപ്പ് ഹോൾഡേഴ്സിലാണ് ആഷ്ട്രേ നൽകിയിട്ട് വെച്ചിട്ടുള്ളത്. അങ്ങനെ ഫോൺ കണക്ട് ചെയ്യാനുള്ളത് നൽകിയിട്ടുണ്ട്. ഞാനിനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ BMW ആ ഒരു എൻ്റെ ഫേവറേറ്റ് ഗിയർ നോബ് ഇതാണ്. ഇനി ഇവിടെ നമ്മുടെ മീഡിയ കൺട്രോൾ ചെയ്യാനുള്ളതൊക്കെ നൽകിയിട്ടുണ്ട് വിത്ത് ടച്ച് ബട്ടൺ. ആൻഡ് ഇനി ഇവിടെയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. എന്ന് വെച്ചാൽ അഡാപ്റ്റീവ് മോഡ്, സ്പോർട്ട് മോഡ്, കംഫർട്ട് മോഡ്, ഇക്കോ പ്രോ മോഡ്, അങ്ങനെ ഒരുപാട് മോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് ഓട്ടോ ഹോൾഡിൻ്റെയും പാർക്കിൻ്റെയൊക്കെ സ്വിച്ചുകൾ നൽകിയിട്ടുണ്ട്. ആൻഡ് ഇനി ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ടൈപ്പ് സി നൽകിയിട്ടുണ്ട്. അതിന് ചെറിയൊരു ലൈറ്റ്സ് നൽകിയിട്ടുണ്ട്. ഒരു 12 വോട്ടിൻ്റെ സ്ലോട്ടും നൽകിയിട്ടുണ്ട്. അത്ര വലിയ സ്പേസ് ഒന്നും ഇല്ല. അപ്പോൾ ഇനി സ്റ്റിയറിംഗ് വീലിലേക്ക് നോക്കുകയാണെങ്കിൽ റൗണ്ട് സ്റ്റിയറിംഗ് വീലാണ്. ലെതർ ഫിനിഷ് ഉണ്ട്. ചെറിയൊരു ബ്രഷ്ഡ് അലുമിനിയം ഫിനിഷ് നൽകിയിട്ടുണ്ട്. ചെറിയൊരു BMW ലോഗോയാണ് നൽകിയിട്ടുള്ളത്. ആൻഡ് ഇവിടെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ളത് നൽകിയിട്ടുണ്ട്. ആൻഡ് ഇത് നമുക്കിങ്ങനെ ഇവിടെ കൺട്രോൾ ചെയ്യാം. ആൻഡ് ഇതിൽ ഇവിടെ മറ്റു കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാം. ഇതാണ് നമ്മുടെ BMW ഫ്രണ്ടിലെ കാര്യങ്ങൾ. ആൻഡ് ഇവിടെയാണ് നമ്മുടെ ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനുള്ളത്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ മിറർ വിത്ത് ലൈറ്റ്സ്, ഗ്രാബ് ഹാൻഡിൽസൊന്നും കുഴപ്പമില്ല. ആൻഡ് ഇവിടെ 2 പാർട്ടായിട്ട് നിൽക്കുന്ന പനോരമിക് സൺറൂഫ്. സ്കൈ ലോഞ്ച് ഇതിൽ അവൈലബിൾ അല്ല. ആക്ച്വലി സ്കൈ ലോഞ്ച് എന്ന പ്രോഗ്രാം ഉണ്ട്. അതിനൊക്കെ യു ഹാവ് ടു പേ മോർ. ആൻഡ് സി ഇതാണ് നമ്മുടെ ലൈറ്റ്സ്. അതിലും ചെറിയ ചെറിയ ലൈറ്റിങ് ഇവിടെയൊക്കെ നൽകിയിട്ടുണ്ട്. ആൻഡ് ഇത് സെയിം സാധനം നമ്മുടെ വെൽക്കം ലൈറ്റ് കാർപ്പറ്റ് പോലെ പുറത്തും നമുക്ക് നമ്മളെ ഇഷ്ടത്തിന് തിരിച്ച് സെറ്റ് ചെയ്യാം. സോ ഇതാണ് നമ്മുടെ ഫ്രണ്ടിലെ വ്യൂ. സോ നമുക്കിനി റിയറിലേക്ക് കയറാം. അപ്പോൾ ഇനി റിയറിലേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ ചെറിയൊരു ആസ്ട്രേ വീണ്ടും നമുക്ക് താല്പര്യമില്ലാത്ത കാര്യമാണ്. ആൻഡ് ഇവിടെ ഇതും ചെറിയൊരു ആംബിയൻ ലൈറ്റ്സ് ആണ്. അത് നമുക്ക് അവിടെ ഫ്രണ്ടിൽ കൺട്രോൾ ചെയ്യാം. ആംബിയൻ ലൈറ്റ്സ് അത് കൂടുതൽ രാത്രി യാത്രയിലൊക്കെ ഭയങ്കര കംഫർട്ടബിളാണ്. ആൻഡ് ഇവിടെ നമ്മുടെ മിറർ കൺട്രോൾ ചെയ്യുക. പക്ഷേ മിററല്ല, വിൻഡോ കൺട്രോൾ ചെയ്യാനുള്ളതുണ്ട്. എന്താ ബ്ലൈൻഡ്സ് മറ്റേ സൈഡത്ത് നമുക്കിവിടെ കൺട്രോൾ ചെയ്യാം. ബാക്കത്തും ഇവിടെ കൺട്രോൾ ചെയ്യുക. എല്ലാം നമുക്കിവിടെ കൺട്രോൾ ചെയ്യാം. ഇതാ നമ്മുടെ സൺറൂഫിൻ്റെത്. ആക്ച്വലി ഇതിലൊരു ഇല്ല, ഇതിൽ നമ്മുടെ ടച്ച് പാഡ് നമ്മുടെ സ്ക്രീൻസും നൽകിയിട്ടില്ല. അതിനെല്ലാം നമ്മൾ അപ്പോൾ ഇതൊക്കെയാണ് ബാക്കിലുള്ളത്. ഇനി സ്പേസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ധാരാളം ലെഗ് സ്പേസ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ഇരിക്കുന്നത് കാണുന്നുണ്ടാവും. ഇതിൻ്റെ മുമ്പിൽ വേണമെങ്കിൽ വേറെ ആൾക്കോടെ ഇരിക്കാൻ സ്പേസ് ഉണ്ട്. ആൻഡ് 4 സോൺ ക്ലൈമറ്റ് കൺട്രോളാണ്. ഇവിടെ ഒരു AC വെൻ്റ് ഉണ്ട്. ഇവിടെ 2 ഉണ്ട്. ആൻഡ് ഇവിടെയൊക്കെ നമുക്കിത് കൺട്രോൾ ചെയ്യാനുണ്ട്. ആൻഡ് ഇവിടെ ചെറിയൊരു സ്പേസ് നൽകിയിട്ടുണ്ട്. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു 12 വോക്കറ്റിൻ്റെ സോക്കറ്റും ഉണ്ട്. 2 ടൈപ്പ് സി പ്ലോട്ടും നൽകിയിട്ടുണ്ട്. ആക്ച്വലി മറ്റേ നമ്മുടെ വേറെ ഓപ്ഷൻസ് നമുക്ക് ഇതിന് ഒരു ടാബൊക്കെ ഉണ്ടായിരുന്നു. നമുക്കിതിനെ എല്ലാം കൺട്രോൾ ചെയ്യാനുള്ളത്. മസാജ് ഇത് ഫേസ് മോളാന്ന് തോന്നുന്നു. മസാജ് ഫാക്ടൻസ് കാര്യങ്ങളൊന്നും കാണുന്നില്ല. പക്ഷെ കംഫർട്ടബിൾ ഉണ്ട്. എന്നിരുന്നാലും നേരത്തെ പറഞ്ഞതുപോലെ ഒരു സീറ്റിങ്ങിൻ്റെ പൊസിഷൻസ് കുറച്ചും കൂടി മാറ്റണമായിരുന്നു എന്നൊരു തോന്നലുണ്ട്. കാരണം ഞാൻ ഓരോരുത്തർക്കും ഓരോതാണ്. എനിക്ക് ഈ ഒരു സീറ്റിംഗ് പൊസിഷൻ അത്ര കംഫർട്ടബിൾ അല്ല. കാരണം എനിക്ക് കുറച്ചുകൂടി റിക്ലൈൻ ആയിട്ടുള്ളൊരു സീറ്റിങ്സ് വേണം. ഇവിടെയൊക്കെ നമ്മളെ ആംബിയൻ ലൈറ്റ്സ് ഉണ്ട്. ധാരാളം ഹെഡ് റെസ്റ്റിൻ്റെ ധാരാളം ഹെഡ് സ്പേസ് നൽകുന്നുണ്ട്. ഇവിടെ നമ്മുടെ ലൈറ്റ്സ്, ഗ്രാബ് ഹാൻഡിൽസ് നൽകിയിട്ടുണ്ട്. ഇതാ ഒരു ചെറിയൊരു ഹുക്ക് അവിടെ നൽകിയിട്ടുണ്ട്. ഇവിടെയും യു ഗോട്ട് ദ മിറേഴ്സ് വിത്ത് ലൈറ്റ്സ്.
നമുക്കൊന്ന് ക്ലോസ് ചെയ്യാം. കംഫർട്ടബിളാണ്. പക്ഷേ BMW ഓൾവേസ് ഇറ്റ്സ് എ ഡ്രൈവേഴ്സ് കാർ. ഇരുന്ന് യാത്ര ചെയ്യുന്നവരുണ്ട്, പക്ഷേ കൂടുതൽ ആളുകളും യൂസ് ചെയ്യുന്നത് ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നിട്ടാണ്. സോ നമുക്കിനി എൻജിന് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അതിനു മുമ്പ് ഈ വാഹനം സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. വാണിങ്സ് ഒക്കെ വരുന്നുണ്ട്. നമ്മൾ ഡോറ് അപ്പോൾ ഒരു നോർമൽ ലെവലായി. നമുക്കൊരു സൗണ്ട് നോക്കാം. ടു 2000 RPM വരെയാണ് നമുക്കിത്. ആ ഒരു ചെറിയൊരു സൗണ്ടേ വരുന്നുള്ളൂ. ഇതിൽ 760 വേർഷൻ ഉണ്ട്, വിച്ച് ഈസ് മൈ ഫേവറേറ്റ്. ഇതിൽ ഈ ഒരു ലോഗോ നമ്മൾ ശ്രദ്ധിച്ചോ, 2X എന്നാണ്. അതായത് 2 തവണ വലിച്ചാലേ നമ്മൾ ബോണറ്റ് ഓപ്പൺ ആവുള്ളൂ. ഒരു സ്ട്രൈറ്റ് 4 എൻജിനാണ്. BMW ടിൻ പവർ ടർബോ. BMWയുടെ ആ ഒരു ലോഗോ ഇവിടെ ഉണ്ട്. BMWൻ്റെ ലെറ്ററിങ്ങോട് കൂടിയൊരു ലോഗോ അവിടെ നൽകിയിട്ടുണ്ട്. ആൻഡ് 2 വലിയ ഇതിന് സേഫ്റ്റിക്ക് കൊടുത്തെന്ന് തോന്നുന്നു. അത്യാവശ്യം സ്പേസൊക്കെ ഉള്ളിൽ കാണുന്നുണ്ട്. സൗണ്ട് ഇൻസുലേഷൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ ഒരു വാഹനത്തെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ ഇത് 2 ലിറ്റർ ഇൻലൈൻ 4 സിലിണ്ടർ എഞ്ചിനാണ്. ടിൻ പവർ ടർബോ ആണ്. ആക്ച്വലി 730 LA പെട്രോൾ വേരിയൻ്റ് ആണ്. ഇത് വരുന്നത് 255 ഹോഴ്സ് പവറും പിന്നെ 400 Nm ടോർക്കുമാണ്. പല ഓപ്ഷൻസിലുണ്ട്. 730 LI ഉണ്ട്, 730 LD ഉണ്ട്, പിന്നെ 740 LI ഉണ്ട്, 750 LI ഉണ്ട്, 760 LI ഉണ്ട്. അങ്ങനെ ഒരുപാട് വേർഷൻസിൽ നമുക്ക് ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. ആൻഡ് ഇതിനെക്കുറിച്ചാണ് 760 LI ആണ് എൻ്റെ ഫേവറേറ്റ്, വിച്ച് കംസ് വിത്ത് ഐ തിങ്ക് 610 ഹോഴ്സ് പവർ. നമ്മുടെ പൃഥ്വിരാജിൻ്റെ അടുത്ത് ഈ ഒരു വാഹനത്തിൻ്റെ 760 LI വേർഷൻ ഉണ്ട്. ഞാനത് KL07 CU7, യെസ് ഐ തിങ്ക് സോ, അതാണെന്ന് തോന്നുന്നു. ആൻഡ് സി ഒരു കണക്റ്റഡ് ഡ്രൈവ് എന്നുള്ളത്. ആൻഡ് ഇതിൽ BMWയുടെ കണക്ഷൻ ഡ്രൈവ് സിസ്റ്റം 7 ആണ് ഇതിലുള്ളത്. ഇതിന് ശേഷം നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ അവിടെ കാണുന്ന ഈ ഒരു BMW 7 സീരീസിൽ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ഒരു ഫുൾ റിവ്യൂ ഞാൻ തീർച്ചയായിട്ടും മറ്റൊന്ന് ഞാൻ ചെയ്യുന്നതാണ്. അതിൽ നിന്നും ഇതിൽ നോക്കുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഹൈറ്റിലാണെങ്കിലും ലെങ്ത്തിലാണെങ്കിലും വിഡ്ത്തിലാണെങ്കിലും ഒരു മാസീവ് ലുക്കിലാണ്. എന്നാലും കോൺട്രവേഴ്സിയാണ് ഇപ്പോഴും തുടർന്ന ഈ ഒരു ലുക്കിൽ വന്നിട്ടുള്ളത്. എനിക്കിപ്പോഴും കണ്ടിട്ടാണെങ്കിലും വലിയ സാറ്റിസ്ഫൈഡ് അല്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ കൂടുതലും എനിക്കിഷ്ടപ്പെട്ടത് അന്നും ഇന്നും ഈ ഒരു മോഡലാണ്. ആൻഡ് F01 നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള ഒരു മോഡൽ. If I have the money, I'm sure I'll be going for this, not this, the F01 version. അപ്പോൾ ഇതാണ് നമ്മുടെ BMW 7 സീരീസിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരുന്നതാണ്. Until we meet again, bye bye.